മണ്ഡലങ്ങളിൽ പ്രത്യേക സംഘം നടത്തിയ രഹസ്യ സർവേയിൽ അതൃപ്തിയുമായി AICC. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശനൊപ്പം നിൽക്കാൻ കഴിയുന്നവരുടെ പട്ടിക തയ്യാറാക്കി ഇവരെ കൺവീനറാക്കി മുന്നോട്ടു പോകാനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. നിലവിലുള്ള 21 സീറ്റുകൾക്ക് പുറമെ 42 സീറ്റുകളിൽ കൂടി വിജയ സാധ്യത ഉണ്ടെന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ സതീശൻ അവകാശപ്പെട്ടു. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോദി. ഒപ്പം നിൽക്കാൻ കഴിയുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അതായത് സാധാരണ നിലയിൽ AICC ആണ് ഇത്തരത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം മുന്നോടിയായി സർവേകൾ നടത്തുന്നത്. സർവേകൾ നടത്തി ഇവിടെ വിജയസാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കും. അതോടൊപ്പം തന്നെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളേതെന്ന് തീരുമാനിക്കും. അതിനുശേഷം അവിടം കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. അതിനിടയിലാണ് ഇതിപ്പോൾ VD സതീശന്റെ ഭാഗത്തു നിന്നും മറ്റൊരു സമാന്തര സർവേ ഉണ്ടായിരിക്കുന്നത്. VD സതീശൻ ഒരു സർവേ നടത്തുന്നു എന്ന വിവരം AICC നേതൃത്വത്തിന് ലഭിച്ചു. ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ നേതൃത്വം ഇടപെടുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ VD സതീശൻ സംസാരിക്കുന്ന സമയത്ത്, മറുപടി പ്രസംഗത്തിന്റെ സമയത്ത് നിലവിലുള്ള 21 സീറ്റുകൾ അതോടൊപ്പം തന്നെ മറ്റ് 42 സീറ്റുകൾ, അങ്ങനെ മുഴുവൻ 63 സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, അവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടുതൽ ശക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായി AP അനിൽകുമാർ അതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഈ 63 മണ്ഡലങ്ങൾ സതീശൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു ഈ പറയുന്ന AP അനിൽകുമാറിന്റെ ചോദ്യം. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ അവർക്കുള്ള അതൃപ്തിയും അറിയിക്കുകയും ചെയ്തു. എന്തായാലും AP അനിൽകുമാർ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് AP അനിൽകുമാറിന്റെ മാത്രം അഭിപ്രായമല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അനിൽകുമാർ പ്രതിപക്ഷ നേതാവിന്റെ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ ദീപദാസ് മുൻഷിയും ഉണ്ടായിരുന്നു. അവരാരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു നേതാക്കളും സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തില്ല. അതിനുശേഷം ഈ പ്രസംഗം നിർത്തി സതീശൻ അവിടെ ഇരുന്നു. അതിനുശേഷം ഈ പറയുന്ന പ്രസംഗം പൂർത്തീകരിക്കണമെന്ന് പല നേതാക്കളും ആവശ്യപ്പെട്ടുവെങ്കിലും പ്രസംഗം VD സതീശൻ പൂർത്തീകരിച്ചിരുന്നില്ല. AP അനിൽകുമാർ ഈ KC വേണുഗോപാലുമായി, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും AICCയുടെ ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ AICCയുടെ സമ്മതമില്ലാതെ അത്തരം ഒരു ഇടപെടലിന് യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. നിലവിൽ എന്തായാലും ഈ താൻ പറഞ്ഞ 63 സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ വിജയസാധ്യതയുണ്ട് എന്ന നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഇപ്പോഴും ഉള്ളത്. നിലവിൽ എന്തായാലും ഈ വിഷയത്തിൽ AICCയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മോദി. ശരി അമൽ.